ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്യൂമർ ഡിമാൻഡ് തിയറിയിലെ ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്ന പർട്ടിക്കുലർ തിയറിയാണ്. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസ് ആയിട്ട് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണെന്നും അതുപോലെ തന്നെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ആ പർട്ടിക്കുലർ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കൺസ്യൂമർ ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുക, ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റി നമ്മൾ പഠിക്കുക. അപ്പൊ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, ഒരു പർട്ടിക്കുലർ കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾ ഇക്വിലിബ്രിയം ആവുന്ന പോയിന്റ് എവിടെയാണ്, എപ്പോഴാണോ ഈ പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ മാർജിൻ യൂട്ടിലിറ്റിയും ആ കമ്മോഡിറ്റിയുടെ പ്രൈസും തമ്മിലുള്ള ഇക്വാളിറ്റി ഉണ്ടാകുന്നത്, ആ ഒരു സിറ്റുവേഷനിലാണ് ഇക്വിലിബ്രിയത്തിലാകുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 കമ്മോഡിറ്റി എങ്കിലും കൺസ്യൂം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാവുന്നത്. അപ്പം ഈ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ 2 2-ലധികമോ കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്ന ഒരു കൺസ്യൂമർ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുക, അതാണ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുക, ഈ ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യാം. The law of equimarginal utility explains the behavior of a consumer when he consumes more than one commodity. The wants are unlimited, but the income which is available to the consumer to satisfy all his want is limited. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവിടെ നമുക്ക് ഒരു ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റീസ് ഒരു കൺസ്യൂമർ ബൈ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നമുക്കുള്ള ഒരു കൺസ്ട്രെയിൻ ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസ്യൂമർക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ലിമിറ്റേഷൻ ആണ് അയാളുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകത്തിൽ അല്ലെങ്കിൽ അയാളുടെ കൺസ്ട്രെയിനിൽ നിന്നുകൊണ്ട് ഒന്നിൽ കൂടുതൽ കമ്മോഡിറ്റി അല്ലെങ്കിൽ 2 2-അധികമോ കമ്മോഡിറ്റി ഉണ്ടാകുമ്പോൾ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാകുക. ദിസ് ലോ എക്സ്പ്ലെയിൻ ഹൗ ദ കൺസ്യൂമർ സ്പെൻഡ് ഹിസ് ലിമിറ്റഡ് ഇൻകം ഓൺ വേരിയസ് കമ്മോഡിറ്റി ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ദ ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ or Gauss's second law or the principle of proportionality between പ്രൈസ് ആൻഡ് മാർജിൻ യൂട്ടിലിറ്റി. അപ്പം ഈ ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റിക്ക് നമ്മൾ പറയുന്ന മറ്റ് പേരുകളാണ് ഇവിടെ പറഞ്ഞത്, ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓർ ഗോസൻസ് സെക്കൻഡ് ലോ. ഈ പറയുന്ന ഡിഫറെന്റ് പേര് നെയിംസിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ ലോ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി ഡിസ്കസ് ചെയ്തപ്പം അവിടെയും നമ്മൾ കണ്ടിരുന്നു ഇതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ടേംസ്. അപ്പൊ ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റിയുടെയും ഓൾട്ടർനേറ്റീവ് നെയിംസ് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ എന്താണ് ലോ സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത്, ദ ലോ ഓഫ് ഇക്വി മാർജിൻ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ദാറ്റ് ദ കൺസ്യൂമർ വിൽ ഡിസ്ട്രിബ്യൂട്ട് ഹിസ് മണി ഇൻകം ഇൻ സച്ച് എ വേ ദാറ്റ് ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി ലാസ്റ്റ് റുപ്പി സ്പെൻഡ് ഓൺ ഈച്ച് ഗുഡ് ഈസ് ഈക്വൽ. ഇൻ അതർ വേർഡ്സ്, കൺസ്യൂമർ ഈസ് ഇൻ ഇക്വിലിബ്രിയം പൊസിഷൻ when the marginal utility of money expenditure on each good is same. അപ്പൊ ഇവിടെ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരാം. അപ്പൊ ഞാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടാമത്തെ പാർട്ടിലാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനില് രണ്ടാമത്തെ പാർട്ടിലാണ് ഫോക്കസ് ചെയ്യുന്നത്. The consumer is in equilibrium position when the marginal utility of money expenditure on each good is same. അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ 2 ഗുഡ്സിന്റെ കാര്യങ്ങൾ എടുക്കുവാണ്, എക്സും വൈയും. അപ്പം ഈ 2 പർട്ടിക്കുലർ ഗുഡിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം ആകുന്നത്. നമ്മൾ 1 കമ്മോഡിറ്റി കേസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, എപ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവുക, എപ്പോഴാണോ ഈ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റിയും ആ കമ്മോഡിറ്റിയുടെ പ്രൈസും തമ്മിലുള്ള ഇക്വാളിറ്റി വരുന്നത്. ആ സിറ്റുവേഷനിലാണ് അവിടെ എന്ത് വരുന്നത്, ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം വരിക. അപ്പം 2 കമ്മോഡിറ്റി കേസിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കമ്മോഡിറ്റിയുടെ മാർജിൻ യൂട്ടിലിറ്റി അല്ല, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ 2 കമ്മോഡിറ്റിയിൽ കൺസ്യൂമേഴ്സ് സ്പെൻഡ് ചെയ്യുന്ന മണിയുടെ മാർജിൻ യൂട്ടിലിറ്റിയാണ്. മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് എക്സ് മസ്റ്റ് ബി ഈക്വൽ ടു ദി മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് വൈ. അപ്പോഴാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്കുള്ള അടുത്ത കൺഫ്യൂഷൻ, ഈ ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കും, അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തത് കാണേണ്ടത്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, ആ പർട്ടിക്കുലർ ഗുഡിന്റെ മാർജിൻ യൂട്ടിലിറ്റിനെ ആ പർട്ടിക്കുലർ ഗുഡിന്റെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്
ആ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കുക MUE, അതായത് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ് എക്സ് എന്ന് പറയുന്നത് എന്താ, MUX ഡിവൈഡ് ബൈ PX ആണ്. ഇനി ഗുഡ് വൈയുടെ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി, MUY ബൈ PY ചെയ്താൽ മതി. Now the margin utility of money expenditure on a good is equal to the margin utility of good divided by the price of the goods. MUE is equal to MUX divided by PX. അപ്പൊ ഒരു പർട്ടിക്കുലർ ഗുഡിന്റെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാൻ MUX divided by PX ചെയ്താൽ മതി. The law of equal margin utility can therefore be stated thus: the consumer will spend his money income on different goods in such a way that margin utility of each good is proportional to its price. That is, the consumer is in equilibrium in respect of the purchase of two good X and Y when MUX divided by PX is equal to MUY by PY. അപ്പം ഇവിടെ രണ്ട് ഗുഡിന്റെ കേസിൽ എന്താണ്, ഇവിടുത്തെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ രണ്ടും ഈക്വൽ ആണ്. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ നമ്മൾ ഈക്വൽ ആവുന്ന എപ്പോഴാണ്, MUX ഡിവൈഡ് ബൈ PX എന്ന് പറയുന്നത് പ്രൈസ് ഏതാണ്, എക്സിന്റെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് വൈയുടെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചറിനോട് ഈക്വൽ ആണ്. അപ്പം വൈയുടെ കണ്ടുപിടിക്കാൻ MUY ബൈ PY ചെയ്താൽ മതി. അപ്പം ഈ ഒരു ഐഡന്റിറ്റി ആണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം സിറ്റുവേഷനിലേക്ക് വരിക. അപ്പം ഈ ഇക്വിലിബ്രിയം സിറ്റുവേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്, MUX ഡിവൈഡ് ബൈ MUY ഈസ് ഇക്വൽ ടു PX ബൈ PY എന്ന് ചെയ്താലും മതി. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ ഇക്വേഷനെ തന്നെ എന്താണ് റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്, MUX ഡിവൈഡ് ബൈ MUY ഈസ് ഇക്വൽ ടു PX ഡിവൈഡ് ബൈ PY. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് ഈ പറയുന്ന പർട്ടിക്കുലർ രണ്ട് ഗുഡ്സ്. ഇനി മൂന്ന് ഗുഡ്സ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടുത്തെ ഐഡന്റിറ്റിയിൽ നമ്മൾ ഗുഡ് എക്സും ഗുഡ് വൈ രണ്ട് കമ്മോഡിറ്റീസിനെ നിങ്ങൾ കൺസ്യൂം ചെയ്തിട്ട് പരിഗണിക്കുന്നു. ഇനി മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു അഡീഷണലൂടെ ആഡ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ MUX ബൈ PX ഈസ് ഇക്വൽ ടു MUY ബൈ PY ഈസ് ഇക്വൽ ടു, ഇനി ഒരു തേർഡ് കമ്മോഡിറ്റി ഉണ്ടെങ്കിൽ MUZ ഡിവൈഡ് ബൈ PZ ചെയ്താൽ മതി. അപ്പൊ എത്ര കമ്മോഡിറ്റി ഉണ്ടോ ആ കമ്മോഡിറ്റീസിന്റെ എല്ലാം കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴാണോ ഈ ഗുഡ്സിൽ കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന മണി ഇൻകം ഈക്വൽ ആകുന്നത്, മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആകുന്നത്, ആ ഒരു സിറ്റുവേഷനിലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ തന്നെയാണ് നമ്മൾ റീറൈറ്റ് ചെയ്തിരിക്കുന്നത്, MUX ഡിവൈഡ് ബൈ MUY ഈസ് ഇക്വൽ ടു PX ബൈ PY എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു മറ്റൊരു സിറ്റുവേഷൻ, നമ്മൾ ഈ കൺസിഡർ ചെയ്ത സാഹചര്യത്തില് രണ്ട് കമ്മോഡിറ്റീസിന്റെയും പ്രൈസ് ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർലി എന്ത് ചെയ്തത്, ഈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഇനി രണ്ട് കമ്മോഡിറ്റിയുടെയും പ്രൈസ് ഈക്വൽ ആണെങ്കിൽ, സെയിം പ്രൈസ് ആണ്, രണ്ട് കമ്മോഡിറ്റി എക്സിന്റെയും വൈയുടെയും പ്രൈസ് സെയിം ആണെങ്കിൽ അവിടെ എന്ത് നോക്കിയാൽ മതി, ഈ രണ്ട് കമ്മോഡിറ്റിയുടെ മാർജിൻ യൂട്ടിലിറ്റീസ് ഈക്വൽ ആവുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കിയാൽ അത് തന്നെയായിരിക്കും കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ടേബിളിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നോക്കാം, ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ കണ്ടീഷൻ പറഞ്ഞു, ഏതാണ്, MUX ഡിവൈഡ് ബൈ PX ഈസ് ഇക്വൽ ടു MUY ബൈ PY, അതല്ലെങ്കിൽ MUX ഡിവൈഡ് ബൈ MUY ഈസ് ഇക്വൽ ടു PX ബൈ PY എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കൂടാതെ രണ്ട് അഡീഷണൽ കണ്ടീഷനോടെ നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്, ഈ പറയുന്ന ഇക്വിലിബ്രിയം പോയിന്റിൽ രണ്ട് പർട്ടിക്കുലർ ഗുഡിന്റെയും മാർജിൻ യൂട്ടിലിറ്റീസ് എന്തായിരിക്കണം, ഡിമിനിഷിംഗ് ആയിരിക്കണം. കാരണം നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ ബേസിക്കലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഏതൊരു റൂൾ തന്നെയാണ്, മാർജിൻ ഏതാണ്, ലോ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി ആണ്. ലോ ഓഫ് മാർജിൻ യൂട്ടിലിറ്റി എവിടെ എന്ത് ചെയ്യണം, ഫുൾഫിൽ ചെയ്യണം, എങ്കിലേ ഇവിടെ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് എക്സും വൈയും എന്ത് ചെയ്യണം, ഡിമിനിഷിംഗ് ആയിരിക്കണം. ഇനി തേർഡ് വൺ ഏതാണ്, നിങ്ങളുടെ ടോട്ടൽ ഇൻകം മുഴുവനായിട്ടും ഈ രണ്ട് പർട്ടിക്കുലർ ഗുഡിൽ സ്പെൻഡ് ചെയ്തിരിക്കണം. അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് PX ഇൻറ്റു QX പ്ലസ് PY ഇൻറ്റു QY ഈസ് ഇക്വൽ ടു I, അതായത് ഇൻകം. ഈ രണ്ട് കമ്മോഡിറ്റിയിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മുഴുവൻ ഇൻകത്തെ സ്പെൻഡ് ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഇൻകത്തിനെ നിങ്ങൾക്ക് റിമൈനിങ് അല്ലെങ്കിൽ ഒരു ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എത്ര രൂപ ഇൻകം ഉണ്ടോ ആ ഇൻകം മുഴുവനായിട്ട് രണ്ട് കമ്മോഡിറ്റിയിൽ സ്പെൻഡ് ചെയ്യണം. നമ്മുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കാണിക്കുന്നത്. അപ്പൊ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിനിൽ മുഴുവൻ അല്ലെങ്കിൽ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം, കൺസ്യൂമറുടെ മണി ഇൻകം മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്യണം. അതുകൊണ്ടാണ് തേർഡ് കണ്ടീഷൻ പറയുന്നത് PX ഇൻറ്റു QX പ്ലസ് PY ഇൻറ്റു QY ഈസ് ഇക്വൽ ടു I എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം ഉണ്ടാകുക. ഓക്കെ,
അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം ഈ പറയുന്ന ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ലാതെ വരുന്നത്, അതായത് നമ്മൾ പറഞ്ഞു ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് എക്സ് എന്തായിരിക്കണം, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് വൈ യോട് ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻസ് പറയാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് വൈ ആകാം. അപ്പം ഈ സിറ്റുവേഷനിൽ ഇവിടെ എന്താണ്, എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയാണ് കൺസ്യൂമർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൺസ്യൂമർക്ക് ഗുഡ് എക്സ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, കൺസ്യൂമർ കൂടുതൽ എന്ത് ചെയ്യാൻ പോകും, എക്സ് ബൈ ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ കൺസ്യൂമർ കൂടുതൽ എക്സ് ബൈ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അയാളുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, ഡിമിനിഷ് ചെയ്യും. അപ്പം ഏത് പോയിന്റിലാണോ ഈ വൈ കമ്മോഡിറ്റിയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചറിനോട് ഈക്വൽ ആവുന്നത് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ ഗുഡ് എക്സിനെ അഡീഷണൽ ആയിട്ട് കൺസ്യൂമർ കൺസ്യൂം ചെയ്യും. അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, രണ്ടാമത്തെ ഗുഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഗുഡ് വൈ എന്ന് പറയുന്ന ഗുഡിനാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൂടുതലുള്ളൂ. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ വൈ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ ബൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വൈ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ ഇവിടുത്തെ വൈയുടെ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് ഗുഡിന്റെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവുന്ന പോയിന്റ് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പം ഇതാണ് നോൺ ഇക്വിലിബ്രിയം പോയിന്റ്സ് അല്ലെങ്കിൽ നോൺ ഇക്വിലിബ്രിയം കണ്ടീഷൻസ്, ഇതൊക്കെയാണ്. അപ്പം ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് mu x by px mu x ഡിവൈഡ് ബൈ px ഈക്വൽ ടു mu y by py എന്നുള്ളതാണ്. അപ്പൊ ഇതല്ലാത്ത രണ്ട് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇനി നമ്മളൊരു എക്സാമ്പിളിലേക്ക് പോവാണ്. അപ്പൊ ഇവിടുത്തെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ഗുഡ്സ് ഉണ്ട്, ഗുഡ് എക്സും ഗുഡ് വൈയും. ഈ രണ്ട് ഗുഡിനും ഒരേ പ്രൈസ് ആണ്. പ്രൈസ് എന്ന് പറയുന്നത് എന്താ, 10 rupees ആണ്. കൺസ്യൂമർ ഇൻകം എന്ന് പറയുന്നത് 50 ആണ്. അപ്പം ഇവിടെ രണ്ട് ഗുഡ് ഉണ്ട്, രണ്ട് ഗുഡിന് ഒരേ പ്രൈസ് ആണ് 10. ഇവിടുത്തെ കൺസ്യൂമർ ഇൻകം എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്താണ്, ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഈ ടേബിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഗുഡുകളുടെ രണ്ടിന്റെയും പ്രൈസ് സെയിം ആണ്. അപ്പൊ ഗുഡ് രണ്ടിന്റെയും പ്രൈസ് സെയിം ആണെങ്കിൽ ഈ മാർജിൻ യൂട്ടിലിറ്റീസ് ഈക്വൽ ആവുന്ന പോയിന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മതി. അതിനർത്ഥം നിങ്ങളോട് നോക്കുക, ഫസ്റ്റ് യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 20 ആണ്, വൈ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 24 ആണ്. ഇനി സെക്കൻഡ് യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ 18 ആണ്, അതുപോലെ തന്നെ mu എക്സ് വൈയുടെ കേസിൽ അതായത് വൈ കമ്മോഡിറ്റിയുടെ കേസിൽ 21 ആണ്. ഇനി മൂന്നാമത്തെ യൂണിറ്റ് എക്സ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ 60 ആണ്, ദെൻ വൈ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ഏതാണ് ഇവിടെ 18 ആണ് വരിക. അപ്പൊ ഇവിടെ നോക്കുക, ഈ പറയുന്ന സിറ്റുവേഷൻ രണ്ട് സിറ്റുവേഷൻ നോക്കി കഴിയുമ്പം ഗുഡ് എക്സ് 2 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും ഗുഡ് വൈ 3 യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴും ഇവിടുത്തെ മാർജിൻ യൂട്ടിലിറ്റീസ് എന്താണ്, ഈക്വൽ ആണ്. മാർജിൻ യൂട്ടിലിറ്റീസ് ഒരേപോലെ ആവുകയാണ്. അപ്പൊ ഇവിടെ എന്താ, ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടിന്റെയും പ്രൈസ് സിമിലർ ആയതുകൊണ്ട് ഈ മാർജിൻ യൂട്ടിലിറ്റി നോക്കിയാൽ മതി രണ്ട് കമ്മോഡിറ്റീസിനെയും. അത് ഏതാണ് ഇക്വൽ. കാരണം എന്താ, ഇവിടുത്തെ രണ്ടിന്റെയും പ്രൈസ് നോക്കുക, ഇവിടെ 18 ഡിവൈഡ് ബൈ 10ഉം ഇവിടെ മൂന്നാമത്തെ യൂണിറ്റ് 18 ഡിവൈഡ് ബൈ 10ഉം ചെയ്താൽ എന്താണ്, സെയിം ആണ് വരിക. അതായത് മാർജിൻ യൂട്ടിലിറ്റിയും മണി എക്സ്പെൻഡിച്ചറും ഈക്വൽ ആവുന്ന പോയിന്റ് ഏത് തന്നെയാണ്, അത് തന്നെയാണ്. രണ്ടിന്റെയും പ്രൈസ് സെയിം ആയതുകൊണ്ട്. അപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്താണ്, 2 യൂണിറ്റ് ഗുഡ് എക്സും 3 യൂണിറ്റ് ഗുഡ് വൈയും മേടിക്കുമ്പോഴാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അപ്പം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാർജിൻ യൂട്ടിലിറ്റിയും മണി എക്സ്പെൻഡിച്ചറിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ആ mu x by px ചെയ്താൽ മതി. mu x എന്ന് പറയുന്നത് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് എക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് 80 ആണ്, ഡിവൈഡ് ബൈ px എന്ന് പറയുന്നത് 10 ആണ്, 18 ഡിവൈഡ് ബൈ 10. ഇനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കുക, ഏതാണ് 18 ആണ്. mu y അല്ലെങ്കിൽ ഗുഡ് വൈയുടെ കേസിൽ 18 വരുന്നത് തേർഡ് യൂണിറ്റ്. അപ്പൊ 80 ഡിവൈഡ് ബൈ 10 ചെയ്താൽ എന്താ, അഗെയിൻ 1.8 ആണ് വരിക. അപ്പം ഇവിടുത്തെ മാർജിൻ യൂട്ടിലിറ്റീസ് ഈക്വൽ ആവുന്ന പോയിന്റ് തന്നെ നോക്കിയാൽ മതി, പ്രൈസ് സെയിം ആണെങ്കിൽ. അപ്പൊ ഇവിടുത്തെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് 2 യൂണിറ്റ് എക്സും 3 യൂണിറ്റ് വൈയും ആണ്. ഇനി ഇവിടെ കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കുക. ഇവിടെ പ്രൈസ് സിമിലർ അല്ല, പ്രൈസ് ഡിഫറെന്റ് ആണ്. പ്രൈസ് എന്താണ്, ഗുഡ് എക്സിന്റെ 10ഉം ഗുഡ് വൈയുടെ എന്ന് പറയുന്നത് 5ഉം ആണ്. ഇൻകം എന്ന് പറയുന്നത് 50 തന്നെയാണ്. അപ്പം ഇവിടെ നോക്കാം, ഞാൻ കുറച്ചു മുമ്പുണ്ടായിരുന്ന ആ ഒരു എക്സാമ്പിൾ, നമ്മൾ ആദ്യം കണ്ട എക്സാമ്പിൾ ഞാൻ ഇൻകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ മാർജിൻ യൂട്ടിലിറ്റീസ് ഈക്വൽ ആണ്, അത് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്ത് ചെയ്തു, ഫസ്റ്റ് യൂണിറ്റ് 20 ആയിരുന്നു, സെക്കൻഡ് യൂണിറ്റ് 80 ആയി, ദെൻ തേർഡ് യൂണിറ്റ് 16 ആവുന്നുണ്ട്. വൈയുടെ കേസിലും അത് തന്നെ 24, 21, 18. ഇവിടെയും എന്ത് ചെയ്യുന്നു, മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷനും ഫുൾഫിൽ ചെയ്തു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താ, px into qx plus py into qy is equal to I എന്നുള്ള
പി എക്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 ഇൻറ്റു ക്യൂ എക്സ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ് മേടിക്കുക? 2 യൂണിറ്റാ. അപ്പൊ 10 ഇൻറ്റു 2 20 ആയി. ദെൻ പി വൈ എന്ന് പറയുന്ന പ്രൈസ് 10 ആണ്, ക്വാണ്ടിറ്റി എത്രയാണ്? 3 ആണ്. അപ്പൊ 30 ആയി. ഇപ്പൊ 20 പ്ലസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? 50. അപ്പൊ അവിടെ എന്ത് ചെയ്തു? ഫുൾ ആയിട്ട് ആ ഒരു പോയിന്റില് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇനി എന്താണ് ഡിഫറെന്റ് ആയിട്ട് പ്രൈസ് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ നോക്കുക. ഗുഡ് എക്സിന് 10ഉം ഗുഡ് വൈക്ക് 5ഉം ആണ്. ഇങ്ക് എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മാർജിൻ യൂട്ടിലിറ്റീസ് ഗുഡ് എക്സിന്റെ മാർജിൻ യൂട്ടിലിറ്റിയും അതുപോലെ തന്നെ ഗുഡ് വൈയുടെ മാർജിൻ യൂട്ടിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ രണ്ട് പ്രൈസ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? mu x ഡിവൈഡ് ബൈ പി എക്സ് ഈസിക്കൽ ടു mu y ബൈ പി എക്സ് എന്നുള്ളതാണ് കണ്ടീഷൻ വരിക. അല്ലെങ്കിൽ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് എക്സ് ഈസിക്കൽ ടു മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് വൈ ആണ്. അപ്പം ഇവിടെ നമ്മൾ മാർജിൻ യൂട്ടിലിറ്റീസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് കമ്മോഡിറ്റീസിനെ സെപ്പറേറ്റ് ആയിട്ട് മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം. അപ്പൊ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? mu x ഡിവൈഡ് ബൈ പി എക്സ് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് യൂണിറ്റില് mu x എന്ന് പറയുന്നത് 90 ആണ്, പി എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലെ? ഇവിടെ 10 തന്നിട്ടുണ്ട്. അപ്പം 90 ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിയുമ്പോൾ എത്രയാണ്? 9 ആണ്. ഇനി സെക്കൻഡ് യൂണിറ്റ് 18 ആണ് മാർജിൻ യൂട്ടിലിറ്റി. അതിനെ പ്രൈസ് കൊണ്ട് പി എക്സ് കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 8 വരുന്നു. അങ്ങനെ എന്തായി? നമ്മള് ഗുഡ് എക്സിന്റെ മാർജിൻ യൂട്ടിലിറ്റി മണി എക്സ്പെൻഡിച്ചർ മുഴുവനായിട്ട് ഇവിടെ തന്നു. ഇനി ഗുഡ് വൈയുടെ ഇതുപോലെ തന്നെ കണ്ടുപിടിക്കുന്നു. 50 ഡിവൈഡ് ബൈ 5 ആണ് അല്ലെ? പ്രൈസ് എന്ന് പറയുന്നത് 5 ആണ് ഗുഡ് വൈയുടെ. അപ്പം 50 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ 10 വരുന്നു. ദെൻ 45 ഡിവൈഡ് ബൈ 5 ചെയ്യുന്നു, അത് 9 വരുന്നു. അങ്ങനെ താഴേക്ക് മുഴുവനായിട്ട് എല്ലാ യൂണിറ്റിനെയും നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി ഇവിടെ എന്ത് ചെയ്തു? മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കമ്മോഡിറ്റിയുടെയും മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവുന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗുഡ് എക്സിന്റെ കേസിൽ 9ഉം ഗുഡ് വൈയുടെ കേസിൽ 9ഉം ആവുന്ന ഈ രണ്ട് പോയിന്റിൽ, അതായത് ഗുഡ് എക്സ് 1 യൂണിറ്റ് മേടിക്കുമ്പോഴും ഗുഡ് വൈ എന്താണ് 2 യൂണിറ്റ് മേടിക്കുമ്പോഴും ഇവിടുത്തെ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കട്ടെ എന്താ? ഇവിടെ മാർജിൻ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ആണോ എന്ന്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്താണ് 9 തന്നെയാണ്. അവിടെ അതിന് മുന്നിലേക്ക് നോക്കാൻ പറ്റില്ല. ഇനി വൈയുടെ കേസിലേക്ക് വരുമ്പോൾ 10 അത് 9 ആണെന്നു. മാർജിൻ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഡിമിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്കൻഡ് കണ്ടീഷനും ഫുൾഫിൽ ചെയ്തു, തെറ്റില്ല. തേർഡ് കണ്ടീഷൻ എന്താണ്? നമ്മുടെ മണി ഇൻകം മുഴുവനായിട്ട് രണ്ട് കമ്മോഡിറ്റി സ്പെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേനും ഗുഡ് എക്സ് 1 യൂണിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്? അവിടുത്തെ 1 യൂണിറ്റ് മേടിച്ചു കഴിഞ്ഞാൽ, അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ആണ്. അപ്പം അവിടുത്തെ പ്രൈസ് 10 ആണ്. അപ്പൊ 10 ഇൻറ്റു 1 എന്ന് പറയുന്നത് 10 ആയിട്ടുള്ളൂ. ദെൻ ഗുഡ് വൈയുടെ കേസിലേക്ക് വരുമ്പോൾ വൈ എന്താണ്? 2 യൂണിറ്റ് ആണ് മേടിക്കുക. അപ്പൊ 2 ഇൻറ്റു 5 ഏതാണ്? 2 ഇൻറ്റു 5 അഗെയിൻ 10 വരുന്നു. അപ്പം 10 പ്ലസ് 10 എത്രയാണ്? 20 റുപ്പീസ് മാത്രം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആക്ച്വൽ സ്പെൻഡിങ് എത്രയാ? 50 റുപ്പീസാ. ആക്ച്വൽ സ്പെൻഡിങ് 50 റുപ്പീസാ വരിക, അല്ലാതെ 20 റുപ്പീസ് അല്ല. അപ്പൊ അവിടെ എന്തല്ല, ഈ തേർഡ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. ഈ ഒരു യൂണിറ്റ്സ് എടുത്ത്, അതായത് 1 യൂണിറ്റ് എക്സും 2 യൂണിറ്റ് വൈയും മേടിക്കുമ്പോൾ ഇവിടുത്തെ തേർഡ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇതല്ല, ഈ പറയുന്ന പർട്ടിക്കുലർ സിറ്റുവേഷനില്ല. ഇനി രണ്ടാമത് നോക്കുക, 8 വരുന്നത് എന്താ? 2 യൂണിറ്റ് ഗുഡ് എക്സും 3 യൂണിറ്റ് ഗുഡ് വൈയും മേടിക്കുമ്പോൾ മാർജിൻ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആവുന്നുണ്ട്. അപ്പൊ 2 യൂണിറ്റ് ഗുഡ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ? പി എക്സ് 10 ആണ്. അപ്പൊ 10 ഇൻറ്റു 2 20 വരുന്നു. ദെൻ പ്ലസ് പി വൈ എന്ന് പറയുന്നത് 5 ആണ്. 5 ഇൻറ്റു 3 ചെയ്ത് കഴിയുമ്പോൾ 15 ആണ്. അപ്പൊ എത്രയായി? ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. അപ്പം ഇനിഷ്യലി എന്താണ്? 2 യൂണിറ്റ് 20 പ്ലസ് 15 എന്ന് പറയുമ്പോൾ 35 ആവുന്നുള്ളൂ. ഏതാണ്? അഗെയിൻ ഒരു 15 എന്താണ്? റിമൈനിങ് ആണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ അതും എന്തല്ല? ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. ദെൻ ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ഏതാണ്? എക്സ് എന്ന് പറയുന്നത് 3 യൂണിറ്റും വൈ എന്ന് പറയുന്നത് 4 യൂണിറ്റും. അപ്പൊ 3 യൂണിറ്റ് എക്സ് മേടിക്കുമ്പോൾ അവിടെ എന്തായി? 10 ഇൻറ്റു 3 എന്ന് പറയുന്നത് 30 ആവുന്നുണ്ട്. പ്ലസ് 4 യൂണിറ്റ് ഗുഡ് വൈ ആണ്. അപ്പം 4 ഇൻറ്റു 5 20 ആവുന്നുണ്ട്. അപ്പൊ 30 പ്ലസ് 20 എന്ന് പറയുന്നത് 50 ആവുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? കൺസ്യൂമർ ഇക്വിലിബ്രിയം ആവുന്ന എവിടെയാണ്? 3 യൂണിറ്റ് ഗുഡ് എക്സും 4 യൂണിറ്റ് ഗുഡ് വൈയും മേടിക്കുന്ന സിറ്റുവേഷനാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. അതായത് നമ്മുടെ 3 കണ്ടീഷനെ ഫുൾഫിൽ ചെയ്യുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ 3 യൂണിറ്റ് ഗുഡ് എക്സും 4 യൂണിറ്റ് ഗുഡ് വൈയും മേടിക്കുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന എന്താ? ആക്ച്വലി
ഈ 2 കമ്മോഡിറ്റി കേസിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ 3 കണ്ടീഷനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആദ്യം നമ്മൾ പറഞ്ഞതാ, മാർജിനൽ മണി എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ് എക്സും ഗുഡ് വൈയാണ് ഈക്വൽ ആണ്. അതുപോലെ തന്നെ മാർജിനൽ ഡിമിനിഷിംഗ് ആയിരിക്കണം, ഇൻകം മുഴുവനായിട്ടും എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം പൊസിഷനിൽ വരിക. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. വിച്ച് ഈസ് കോൾഡ് ഗോസൻസ് സെക്കൻഡ് ലോ? ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, റിവീൽ പ്രിഫറൻസ് തിയറി, ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്. നമുക്കറിയാം ഗോസൻസ് സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഗോസൻസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് വൺ, the consumer is said to be in equilibrium when he plans his expenditure on X, Y, Z commodities in such a way that he ultimately attain MUX is equal to MUY is equal to MUZ, MUX divided by PX is equal to MUY by PY is equal to MUZ divided by PZ, MUX divided by PX is equal to MUY by PY is equal to MUZ by PZ is equal to MUM. MUX divided by PX is less than MUY by PY less than MUZ by PZ less than MUM. അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ, ഇവിടെ 3 കമ്മോഡിറ്റി കേസാ പറഞ്ഞിരുന്നത്. 2 കമ്മോഡിറ്റി കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. MUX divided by PX is equal to MUY by PY എന്നാണെന്ന് പറഞ്ഞു. അപ്പം മൂന്നാമതൊരു കമ്മോഡിറ്റി ഉണ്ട്, അവിടെ എന്ത് ചെയ്താൽ മതി? MUZ divided by PZ ചെയ്താൽ മതി, ആഡ് ഓൺ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ബി ആൻഡ് സി എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്നേ കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന മാർജിനലിറ്റിയോ മണി ഈക്വൽ ടു മാർജിനലിറ്റിയോ മണി എക്സ്പെൻഡിച്ചർ എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ, അതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ആൻസർ ഏതായിരുന്നു? രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു. പക്ഷെ മൂന്നാമത്തെ ആൻസർ ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആൻസർ വരിക. കാരണം ഈ ഈക്വൽ ടു മണി എക്സ്പെൻഡിച്ചർ എന്നുള്ളത് കൃത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സി ആണ് റൈറ്റ് ആയിട്ട് വരിക. സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു ദ സെക്കൻഡ് ലോ ഓഫ് H.H. Gosen, the condition for consumer equilibrium is MUX divided by PX is equal to MUY by PY and MUX divided by MUY is equal to PX divided by PY. MUX divided by PX greater than MUY by PY. Both A and B are correct. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഈ ലോ ഓഫ് ഇക്വി മാർജിനൽ അല്ലെങ്കിൽ ഗോസൻ സെക്കൻഡ് ലോയിലെ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഡയറക്ട്ലി കണ്ടതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഏതാ? MUX divided by PX is equal to MUY by PY, അതായത് മാർജിനൽ ഓഫ് മണി എക്സ്പെൻഡിച്ചർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പം എ കറക്റ്റ് ആണ്. ബി എന്താണ്? ബിയും കറക്റ്റ്ലി ആക്ച്വലി പറഞ്ഞിരിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് തന്നിരിക്കുന്നത്. നമ്മൾ കണ്ടിരിക്കുന്ന ഈ ഒരു ഐഡന്റിറ്റിനെ റീഅറേഞ്ച് ചെയ്തതാണ് MUX divided by MUY is equal to PX by PY എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡ് വണ്ണും എന്താണ്? റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, ഇപ്പൊ ക്ലിയർ എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. നമ്മുടെ ബേസിക് റീഅറേഞ്ച്മെന്റ്സ് ആണ്. ആ ഇക്വേഷനെ ഞാൻ അവിടെ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചത്, ആ ഇക്വേഷൻ എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യാന്നുള്ളത്. ഡി ആണ് റൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മളിപ്പോ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് ആണ് 3 വീഡിയോസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 വീഡിയോസിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിൽ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം നമ്മൾ കാണുക എന്നുള്ളത്. അപ്പൊ പക്ഷേ ഈ കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസിന് അതിൻ്റെതായിട്ടുള്ള ചില ഡ്രോബാക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ യൂട്ടിലിറ്റിനെ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനെ, ഒരു കൺസ്യൂമർക്ക് ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനെ ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ത് ചെയ്യുന്നതാണ്? മെഷർ ചെയ്യുന്നതാണ്. അല്ലെ? സാറ്റിസ്ഫാക്ഷൻ ഒരു സബ്ജക്റ്റീവ് മെഷർ ആണ്. ഈ സബ്ജക്റ്റീവ് മെഷറിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാന്ന് പറയുന്നത് ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. അതാണ് ഫസ്റ്റ് ഡ്രോബാക്ക് ആയിട്ട് കാർഡിന് യൂട്ടിലിറ്റി അനാലിസിസ് പറയുക. ഇനി സെക്കൻഡ് വൺ, the cardinal utility approach assumes that marginal utility of money remain constant and it also serve as the measure of utility. അപ്പം യൂട്ടിലിറ്റിനെ മെഷർ ചെയ്യാൻ ഒരു മോണിറ്ററി ടേംസ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. അത് വലിയൊരു പ്രശ്നമാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. പല സിറ്റുവേഷൻസിൽ സെർട്ടൻ സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം? അത് കൂടാൻ കുറയാം, അല്ലെങ്കിൽ സെർട്ടൻ ഇൻഡിവിജ്വൽസിന് അത് കൂടാൻ കുറയാം. അപ്പം ഈ പറയുന്ന പർട്ടിക്കുലർ അസംഷനും ഒരു അൺറിയലിസ്റ്റിക് അസംഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റീവ് അസംഷൻ ആയിട്ടാണ് ഇവിടെ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ നമ്മൾ കാണുക. ഇതൊരു ഡ്രോബാക്ക് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിനെ. ദെൻ
Thirdly, the psychological law of diminishing marginal utility has been established from the introspection. This law is accepted as an axiom or proverb without any practical confirmations. അപ്പം ഇവിടെ നമ്മൾ അസംഷൻസ് പഠിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആയിരുന്നു ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളെ ഒബ്സർവേഷനിലൂടെയാണ് ഈ ഒരു ലോയിലേക്ക് വരിക. അപ്പൊ ഒബ്സർവേഷനിലേക്കാളും നമുക്ക് ഒരു ഒബ്സർവേഷനെ നമ്മൾ വാലിഡ് ആക്കണമെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് എംപിരിക്കലി ടെസ്റ്റ് ചെയ്യണം. അപ്പം ഈ ഒബ്സർവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ അല്ലെങ്കിൽ ഈ മാർജിനൽ യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ കാണുക. അതുകൊണ്ട് അതും ഒരു അൺറിയലിസ്റ്റിക് അസംഷൻ ആയിട്ടാണ് നമ്മൾ. ഫോർത്തലി, കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആൻഡ് derivation of demand curve on the basis of this approach are based on the ceteris paribus assumption which is unrealistic. അല്ലെ, നമ്മൾ എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് സെറ്റിസ് പാരിബസ് അസംഷൻ എന്ന് പറയുന്നത്. അതർ തിങ് റിമെയിൻ കോൺസ്റ്റന്റ് എന്നുള്ളത്. അപ്പം നമ്മളിവിടെ ഒരു സ്പെസിഫിക് കമ്പോണന്റിൽ മാത്രമുള്ള ചേഞ്ചിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുക. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് ബാക്കിയുള്ള കമ്പോണന്റ്സും പലപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പം ഈ ഒരു കോൺസ്റ്റന്റ് അസംഷൻ അല്ലെങ്കിൽ ഈ സെറ്റിസ് പാരിബസ് എന്ന് പറയുന്ന അസംഷനും ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ പ്രാധാന്യം കൊടുത്തത് പ്രൈസ് എഫക്റ്റിനാണ്, അല്ലാതെ എന്തല്ല മറ്റ് എഫക്റ്റുകൾക്ക് ഇവിടെ കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പം അതാണ് അഞ്ചാമത്തെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. ഈ പ്രൈസ് എഫക്റ്റിനാണ് എക്സ്ക്ലൂസീവ്ലി പ്രാധാന്യം കൊടുക്കുന്നത്, മറ്റ് എഫക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ താഴെ കാണുന്ന എന്റെ നമ്പറിൽ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.